എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന റയൽ മാഡ്രിഡ് vs വലൻസിയ മത്സരത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു മത്സരത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണത്തെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 2025 എന്ന് പറയുന്ന ഇയറത്തെ ആദ്യ മത്സരമാണ്. ലാലിഗിന്റെ ആണെന്നുണ്ടെങ്കിലും റയൽ മാഡ്രിഡിന്റെ ആണെന്നുണ്ടെങ്കിലും വലൻസിയന്റെ ആണെന്നുണ്ടെങ്കിലും. അതുപോലെ തന്നെ ഈ 2025 എന്ന് പറയുന്ന ഇയറത്തെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു മത്സരത്തെ കുറിച്ച് ചെയ്യുന്ന റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മത്സരത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 2-1 റയൽ മാഡ്രിഡ് വിജയിച്ചേക്കാണ്. ഈ ഒരു വീക്കിൽ ആകെ നടന്നിട്ടുണ്ടായിരുന്ന ലാലിഗ മത്സരമാണ് ഈ ഒരു മത്സരം മാറ്റി വെച്ചൊരു മത്സരമാണ്. നമുക്കറിയാം ആ ഒരു വലൻസിയയിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രകൃതി ക്ഷോഭത്തിന് ഇതായിക്കാണ്ട് അന്ന് നടക്കേണ്ടിയിരുന്ന ആ ഒരു വലൻസിയന്റെ ഹോമിൽ നടക്കേണ്ടിയിരുന്ന മത്സരമാണിത്, റയൽ vs വലൻസിയ. പക്ഷെ ആ ഒരു മത്സരം അന്ന് നടക്കാത്തതുകൊണ്ട് ഇന്ന് ഈ ഒരു കഴിഞ്ഞ ദിവസമാണ് ആ മത്സരം നടന്നത്. അങ്ങനെ റയൽ മാഡ്രിഡ് 43 പോയിന്റ്സ് ആയതുകൊണ്ട് ഇപ്പോൾ ടേബിളിന്റെ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു ഗെയിമിംഗ് ഹാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ബാഴ്സയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തുടക്കത്തിൽ കാട്ടിയ ആഹ്ലാദമൊന്നും പിന്നെ കാണിക്കാൻ ബാഴ്സനെ കൊണ്ട് സാധിക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു മത്സരം മറ്റേ ആ ഒരു കോപ്പ ഡെൽ റേയിലാണ് തോന്നുന്നു. ആ ഒരു മത്സരം ബാഴ്സയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എത്രാമത്തെ ഡിവിഷനത്തെ ക്ലബ്ബാണെന്ന് അറിയില്ല. അങ്ങനെ ഇപ്പോൾ മെയിൻലി നടക്കുന്നത് കോപ്പ ഡെൽ റേ പോലത്തെ മത്സരങ്ങൾ, ലാലിഗയിൽ നടക്കുന്നത് ഈ ഒരു ലീഗ് മത്സരങ്ങൾ കമ്മിയാണ്. എനിക്കൊന്ന് ലീഗ് മത്സരം ഒരു അടുത്ത വീക്കിലൊക്കെ തുടങ്ങാൻ ചാൻസ് ഉള്ളൂ. അപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആ ഒരു ഗെയിമിംഗ് ഹാൻഡിനെ കുറിച്ച് എടുത്തു പറയുന്ന ഒരു സംഭവമാണ്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് ഇതിൽ എടുത്തു പറയുന്ന ഒരു സംഭവം പറയുന്നത്, ഫസ്റ്റ് ഹാഫ് തന്നെ വലൻസിയ സ്കോർ ചെയ്തു. പക്ഷെ കുറെ നേരം കൊണ്ട് കളിച്ച് എംബാപ്പനെ ഫോളോ ചെയ്ത് ഒരു പെനാൾട്ടി റയലിന് കിട്ടി. പക്ഷെ ആ ഒരു പെനാൾട്ടി ജൂഡ് ബെല്ലിംഗാം പോസ്റ്റുമ്പോൾ തട്ടിങ്ങാണ്ട് ആ ഒരു റിഫ്ലക്ട് ചെയ്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പെനാൾട്ടി അറിയുന്നത് അതിലൊരു ഇൻസിഡന്റ് ഉണ്ട്. അതായത് ആ ഒരു ലൈനിൽ ഈ ഒരു ബെല്ലിംഗാം അടിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു GK ലൈനും വന്ന് മാറിയിരിക്കണം എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ഗോളി ബോൾ ടച്ച് ചെയ്യാത്തതുകൊണ്ടാവും ആ ഒരു പെനാൾട്ടി റീടേക്ക് ചെയ്യണ്ടെന്നുള്ള ഡിസിഷൻ റഫറി എടുത്തേക്കുക. അങ്ങനെ അതിനുശേഷം ഈ ഒരു എംബാപ്പ നല്ലൊരു ഫേക്ക് ഇട്ടുകൊണ്ട് ഒരു ഗോൾ അടിക്കണം കണ്ടു. പക്ഷെ അതൊരു നേരിയ ഇഞ്ചിന് ഓഫ് സൈഡ് ആയി കണ്ട് ആ ഒരു ഗോളും അനുവദിക്കാതെ പോവുകയാണ്. അങ്ങനെ കളി പുരോഗമിക്കും. നമുക്കറിയാൻ ഈ ഒരു വലൻസിയന്റെ ഇതിലുള്ള മത്സരം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വിനീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇതായിട്ടുള്ളൊരു മത്സരമാണ്. അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയറിന് ഈ ഒരു മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഇതിന് മുന്നിൽ വലൻസിയ vs റയൽ മാഡ്രിഡ് മത്സരത്തിൽ ഈ ഒരു വിനീഷ്യസ് റെഡ് കാർഡ് നേടിയാണ്ട് പുറത്തു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ. അപ്പോൾ ആ ഒരു മത്സരത്തിൽ വിനീഷ്യസിന് റെഡ് കാർഡ് കിട്ടുകയാണ്. പക്ഷെ അപ്പോൾ റയൽ 1-0 എന്നുള്ള സ്കോറിന് ബാക്കിൽ നിൽക്കുകയാണ്. അതോടുകൂടി വലൻസിയ ആ ഒരു വിന്ന് ഉറപ്പിക്കുകയാണ്. ഏകദേശം 79ാമത്തെ മിനിറ്റിലാണുകൊണ്ട് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. വിനീഷ്യസിന് റെഡ് കാർഡ് കിട്ടുന്ന ആ ഒരു ടൈമിലാണ്. ആ ടൈമിൽ തന്നെയാണ് ലുക്ക മോഡ്രിച്ച് കളത്തിലേക്ക് വരുന്നത്. ലുക്ക മോഡ്രിച്ച് വന്നതിന് ശേഷം ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മോഡ്രിച്ച് ആദ്യമായിട്ട് ആ ഒരു വല ചലിപ്പിക്കുകയാണ്. അതിലൊരു യാതൊരു ഓഫ് സൈഡും ഇല്ല. അതിന് അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് ജൂഡ് ബെല്ലിംഗാമാണ്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ബ്രാഹിം ഡിയാസിന്റെ ആ ഒരു പ്ലേ മേക്കിംഗ് ആണ്. ആ ഒരു ഇബ്രാഹിം ഡിയാസിന്റെ ആ ഒരു കൺട്രോൾ കൊണ്ടാണ് ആ ഒരു ഗോൾ വന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെ കളി പുരോഗമിക്കുന്നു. പക്ഷെ ഈ ഒരു 10 man vs 11 വെച്ച് കളിക്കുമ്പോൾ ഓൾറെഡി വലൻസിയ ഒരു ഗോൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു 1-1 ഡ്രോയിൽ കളി നിൽക്കുമ്പോഴാണ് ഈ ഒരു എക്സ്ട്രാ ടൈം ആയാണ്ട് 9 മിനിറ്റ് ഈ ഒരു റഫറി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഏകദേശം 4ാമത്തെ മിനിറ്റ് തന്നെ ഈ ഒരു വലൻസിയന്റെ ആ ഒരു മിസ്റ്റേക്ക് കൂടി തന്നെ ഈ ഒരു ബെല്ലിംഗാം സ്കോർ ചെയ്യാണ്. അതോടുകൂടി 2-1 എന്നുള്ളത് ഈ ഒരു 10 man വെച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് കംപ്ലീറ്റ് ആക്കുകയാണ്. ഈ ഒരു വർഷത്തെ ആദ്യ മത്സരം 10 ആൾക്കാരെ വെച്ചുകൊണ്ട് കംബാക്കിലൂടെ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പല ഫാൻസും അവിടെ ഓൾറെഡി റയൽ തോറ്റു എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു കംബാക്ക് റയൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്ത ആ ഒരു ഈ ഒരു അവസാനം ലാലിഗന്റെ ആ ഒരു വിന്നേഴ്സ് ആരാകും എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഈ അടുത്ത ലാലിഗ എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് അടിയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ഒരു കംബാക്കിനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു ഓൾമോനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത തീർച്ചയായിട്ടും തിരിച്ചടിയാണ്. പക്ഷെ
എന്തായാലും ബാഴ്സയും ഈ ഒരു റൈസിൽ ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയാണ്. അടുത്ത അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മത്സരം അവർ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വീണ്ടും ടോപ്പിലെത്തും. അങ്ങനെ ആണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി വെച്ച് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇയർ വിജയിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ റയലിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.